പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ആരംഭിക്കുന്നു സാഗരതീരത്തെ സലൂൺ. പരിശം പോയി മതി മതി പിരിശം ഞാൻ അടിപൊളി മുസേ ബൽപ്പമ്പുവണി ബാല മുസേ ബാല ചഞ്ചിരെ നഗര കോളല്ല മുസേ ബാല ചഞ്ചിരെ നഗര കോളല്ല. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. JSSൻ്റെതായ PM വിശ്വകർമ്മ സ്കീമിൽ പരിശീലനം ലഭിച്ചതുകൊണ്ട് അന്ന ജീവിതം സന്തോഷത്തിലാണ് മക്കളെ. അല്ല മോനെ, കുഞ്ഞി ഇനി മുടിവെട്ടിൻ്റെ പണിയിലുള്ള ഉള്ളത്. ഞാൻ വിചാരിച്ചേ ഹനീഫയെ പോലെ നീ ഒരു ക്ലാർക്കായി പോകുമെന്ന് വിചാരിച്ച്, ഇല്ലെങ്കിൽ മുസ്തഫയുമാതിരി ഒരു പോലീസാകുമെന്ന് വിചാരിച്ച്, അവസാനം നീ കത്തിരികയും കൊണ്ട് തന്നെ ഈ നാളച്ഛന്. മുടി മുറിക്കുന്ന നാണക്കേടല്ല, അതൊരു കഴിവാണ്. അത് ചെയ്യുന്നത് കൊണ്ട് PM വിശ്വകർമ്മ എനിക്ക് 7 ദിവസത്തെ പരിശീലനവും 500 രൂപയും സൗജന്യ താമസവും ഒരു പൂർണ്ണമായ ടൂർ കിറ്റും തന്നു വാപ്പ. ഇതുപോലെ വാപ്പ എനിക്ക്. അല്ല മോനെ, അതൊക്കെ ഉണ്ടെങ്കിലും ആൾക്കാരെന്നെ വിചാരിക്കും മൂസാക്കി മോങ്ങൊരു ബാർബർ എന്നില്ല വല്ലേണ്ടത്. അത് ബാപ്പിക്കില്ലേ നാണക്കേടല്ല. മീൻ പണി കിട്ടിയ കൊല്ലം ആഹാ ഇട്ടതും പച്ച ഉടുത്തതും പച്ച. നീ പാട്ടും പാടിച്ചു പോവും ബാപ്പ. നോട്ടുകാരോ നമ്മ ബില്ലടപ്പാൻ വേണ്ടി പോരാ, നമ്മളെ ബില്ലാവ തന്നെ അടക്കണം. ബാപ്പക്കന്ന് വിട്ടുകളെ, ബാപ്പക്കന്ന് അവിടെ പോയി പണി വെക്കുകയും ചെയ്യാം. നിങ്ങൾ എന്നെ ഇവിടെ കഥാപ്രസംഗങ്ങ മുസക്കാക്ക ഇങ്ങനെ കോണാടേ, ഇങ്ങനെ ആരും മക്കളെ കോണാടുമില്ലേ. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ തന്നെ ഇളയോനെ കൊണ്ടുതന്നെ ഇവിടെ റഫീഖിനെ എടുത്തിട്ട് മുടി വെട്ടിച്ച് നല്ല സ്റ്റൈലായിട്ട് റഫീഖ് വെട്ടിത്തന്നെ ഫിറ്റാന്ന് തന്നെ ഇൻ്റർവ്യൂവിന് ഓനാ സ്റ്റൈൽ കണ്ടോന്ന് സെലക്ഷൻ കിട്ടി. ഇപ്പോൾ ജോലി കയറിപ്പോയില്ല. എന്നത് മുടി വെട്ടി ഓരോ പണി കിട്ടിയതാ? ഇത് ഞാൻ വിശ്വസിക്കാം. അതെ, ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ. അത് മനസ്സിലായില്ല മുസക്കാക്ക? കണ്ട ലുക്കിലാണ് പ്രധാനം. ഇപ്പം അത് മനസ്സിലാക്കുക. മൂസാക്ക, നിങ്ങൾ ഇവിടെ ഉണ്ടാനിയാ? ഞാൻ എന്ന സർക്കാർ ജോലി ഉപേക്ഷിച്ച് ഇപ്പൊ ജേസസിന് കീഴിൽ ഹാൻഡിക്രാഫ്റ്റ് പരിശീലനം നേടി ഇപ്പൊ ഓൺലൈനിൽ എത്ര ഹാൻഡിക്രാഫ്റ്റ് സാധനം ഉണ്ടാക്കി കൊടുക്കണമെന്ന ഓൺലൈൻ പോരാതെ ഓർഡറാണ് ഇപ്പൊ నాకు വേണ്ടത്. അല്ല മോനെ ഹനീഫ, എന്നാ മോൻ ഈ സർക്കാർ ജോലി രാജിവെച്ച് വേണം? എത്ര ആൾക്കാർ പണി കിട്ടാതെ അലഞ്ഞിലാകണ്ടേ? എന്നാ മുത്തുമോനെ. മൂസാക്ക, അതെല്ലാം സുരക്ഷിതമാണ്. പക്ഷേ അടിമയെ പോലെ പണിയെടുക്കണം. ഒരു ശ്വാസം വിടാൻ സമയം കിട്ടാം. ഇപ്പൊ നമുക്ക് ഇനി സന്തോഷം സ്വയം തൊഴിൽ ചെയ്തുകൊണ്ട് സമ്മർദ്ദവുമില്ല, ഒന്നുമില്ല. മൂസാബായി, ലോകം മാറുകയാണ്. പ്രധാനമന്ത്രി വിശ്വകർമ്മ പരമ്പരാഗത തൊഴിലാളികളെ ബഹുമാനിക്കുന്നു. ഞങ്ങൾ ഉപകരണങ്ങൾ, പരിശീലനം, ഐഡന്റിറ്റി എന്നിവ നൽകുന്നു. ഈ യുവാക്കൾ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ അഭിമാനകരമായ സംഭാവന നൽകുന്നവരാണ്. ശരി, 500 റുപ്യയും ചില ഉപകരണങ്ങളും മാത്രമാണ് ഉള്ളത്. അല്ല അമ്മാവ, അത് മാത്രമല്ല, അവർ ഔദ്യോഗിക സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പിന്നീട് അവർക്ക് വായ്പകൾ, ബ്രാൻഡിംഗ്, ഡിജിറ്റൽ ഉപകരണങ്ങൾ, GST ഇളവ് എന്നിവയ്ക്കുള്ള പിന്തുണയും ലഭിക്കും. ബാപ്പ, ഇങ്ങനൊക്കെ അടുത്ത അന്ന പുതിയ ബാർബർ ഷോപ്പ് അന്തരത്തി തുറപ്പാൻ കൊണ്ട് ഇപ്പണി പോലെ ബാപ്പ നമ്മ കുടുംബം പൊറ്റുക. അപ്പോൾ ഹെയർ കട്ട് കൂപ്പൺ ഉപയോഗിച്ച് റിബൺ കട്ട് ചെയ്യേണ്ടത് നാങ്ങായിരിക്കും. ഓക്കെ. അല്ല മോനെ, ഈ കത്തിരിയൊക്കെ ഇത്ര മൂർച്ച ഉണ്ടെന്ന് നാക്കിപ്പാണ്ടെ മനസ്സിലായത്. ഇപ്പാണ്ടെ എന്നാ മോനാ കൂടെ നാക്കൊരു മതിപ്പ് തോന്നുന്നുണ്ടെന്ന് മോനെ. എന്നാ മോൻ ബാപ്പയെ കൂടെ ഒന്നും ബാരിക്കായേ. ബാപ്പാ, അന്ന പൊന്നു ബാപ്പാ, ഞാൻ ഇതാണ് കേൾപ്പാൻ ആശിച്ചത്. ഇത്ര മാത്രമാണ് ബാപ്പ പോയാലൊന്ന് കേട്ടാൽ മതി. തന്നെ ഇനി ബാപ്പയെ മുടി വെട്ടിച്ചൊന്നു ഇനി ബാക്കി പണി. വാ മക്കളെ.